ഗായ്സ് വെൽക്കം ടു പൊട്ടൻ്റെ ചട്ടുകം. അപ്പം നമ്മൾ പൈൻ വാലിയിലെ കാഴ്ചകളാണ്. ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള പൈൻ വാലിയുടെ സീനറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ കൂട്ടുകാരിയാണ് ദക്ഷിണ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പൈൻ വാലി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസിൽ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ അല്ല കുത്തനെ നടക്കുന്ന തറയാണ്. ഒന്ന് ഇറങ്ങിയാൽ തടിച്ചു വീഴും. ഇതാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ ആൻറ്റി. അപ്പം ഇവിടുന്ന് ഇരുന്നാണ് നിരങ്ങി നമുക്ക് അങ്ങ് താഴെ വരെ പോകാം. കണ്ടോ ആ താഴെ വരെ കണ്ടോ? ആ താഴെ വരെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തിരുന്നാൽ ഇങ്ങനെ തെള്ളു വെച്ച് കൊടുത്താൽ നിരങ്ങിയുണ്ട് ആ ഭാഗത്ത് വരെ പോകും. സൂം ചെയ്ത് കാണിക്കാം. അവിടം വരെ പോക്കും. ഇത്രയും കുട്ടികളാണ് ഇവിടെ, കുറേ കുട്ടികളുണ്ട് ഇവിടെ. എല്ലാവരും ടൂർ വരുന്നൊരു പ്ലേസാണ്. അപ്പം എല്ലാവരും ഇവിടെ കാഴ്ചകളാണ് നിൽക്കണത്. അപ്പം എന്താ ഇത് കണ്ടോ, സീനറി കണ്ടോ ഗൈസ് നിങ്ങൾ ഇവിടുത്തെ? അപ്പോൾ ഗൈസ് നമുക്ക് കൂടുതൽ സ്ഥലത്തോട്ട് പോകാം. ഗൈസ് നമ്മൾ ഇപ്പോൾ പൈൻ വാലി ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ കുറച്ച് കച്ചിയാണ്. ഡിസംബറിന് പുൽക്കൂട് ഉണ്ടാക്കാൻ നേരത്തെ ഒരു കച്ചി കാണത്തില്ല. അതേസമയം പൈൻ വാലിയുടെ തറ മൊത്തമാണ് കച്ചിയാണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ചിലപ്പോൾ ഈ പൈൻ ഉണങ്ങിയതായിരിക്കും, അങ്ങനെ സാധ്യതയുണ്ട്. യെസ് ഗൈസ്, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇതും ഇച്ചിരി ആഴം കൂടിയ പ്രദേശമാണ്. അവിടെ എന്തോ കുളമോ പാറമടയോ എന്തോ ഉണ്ട്. ഇവിടെ നിറങ്ങി അങ്ങ് വരപ്പം അത്ര സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഉള്ള മൃഗങ്ങളൊക്കെയാണ്, അല്ല വേറെ ഒഫീഷ്യൽ ആനിമൽസിൻ്റെയൊക്കെ പേരും ഫോട്ടോയും ഒക്കെ ഉണ്ട്. പിന്നെ ഒഫീഷ്യൽ ഫ്ലവേഴ്സ്, പിന്നെ ഒഫീഷ്യൽ ബേർഡ്സ്, അങ്ങനെ കുറേ സാധനം. പിന്നെ ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ സ്ലിപ്പായിരുന്നു എനിക്ക്. അങ്ങനെ നോക്കി പൈൻ വാലിയിൽ കൂടെ മേളിൽ കയറിപ്പാണ് ഗൈസ്. ഗൈസ് അവിടെ നല്ല തണുപ്പാണ്, നല്ല സുഖമാണ്. പിന്നെ നടക്കാൻ ഭയങ്കര പാടാണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ കുന്ന് കയറാനും പാടാണ്, കുന്നിറങ്ങാനും പാടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ